ഹലോ ഫ്രണ്ട്സ്, ക്ലിക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ആറ്റിങ്ങയ്ക്കും അതേപോലെ മംഗലാപുരത്തിന് തിരുവനന്തപുരം ആറ്റിങ്ങയ്ക്കും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള 16 മൈലിൽ ലോഡ് കയറ്റാൻ വന്നതാണ്. ടാറ്റയുടെ യന്ത്രയും കൊണ്ട് ലോഡ് കയറ്റാൻ വന്നതാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു നല്ലൊരു ഏക്കറാണ്, 10 ഏക്കർ അങ്ങനെയുള്ള ഒരു ഏക്കറാണ്. അതാ മൊത്തം മരങ്ങൾ, മൊത്തം അക്കേഷ്യൻ, തേക്കും അതേപോലെ റബ്ബറും ആയിരുന്നു. റബ്ബറും എല്ലാം വെട്ടി നശിപ്പിച്ച് ഓരോരുത്തരെ കയറ്റിക്കൊണ്ട് പോകാൻ ഞാൻ ഇതിന്ന് ചെറിയ വിറവ് കയറ്റാൻ വന്നതാണ്. അപ്പം വലിയ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വെട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. ഫുള്ള് നല്ല കാണാൻ തന്നെ നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമായിരുന്നു. ബാക്കിലോട്ട് നിൽക്കുമ്പോൾ വലിയ മരങ്ങളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് ഓരോരോ മരങ്ങൾ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അക്കേഷ്യയൊക്കെ ഒരുപാട് അക്കേഷ്യൻ തേക്കും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. ഒരു വനമായിരുന്നു. ഇതിനകത്ത് കുറേ ആൻറ്റിമാർ, 2 ആൻറ്റിമാർ, രണ്ട് മൂന്ന് ആൻറ്റിമാർ ലോഡ് കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് വിറവെടുക്കാനായിട്ട്, വിറവൊക്കെ ഇതേപോലത്തെ ചുള്ളി എടുക്കാനായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഫുള്ള് റബ്ബർ കാടായിരുന്നു. ബാക്കിലോട്ടൊക്കെ ഒരുപാട് മരം മുറിച്ചിട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വലിയ SCയിൽ ലോഡ് കയറ്റിക്കൊണ്ട് പോയിരുന്നു. ഒരു ഓട്ടോ ഇവിടെ കിടക്കുന്നത്. ഇവർ പണി സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു വണ്ടിയാണ്. മരം മുറിക്കുന്ന ഒരു ആയുധങ്ങൾ കൊണ്ടുപോകാൻ. കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഇട്ടേക്കുന്ന കാണാൻ. ഇതുപോലെ ഫുള്ള് നല്ല വനമായിരുന്നു. ഇതിനകത്ത് പന്നിയുണ്ട്, കുറുക്കനുണ്ട്, ഊളനുണ്ട്. നമ്മളിതാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഓരോ സൗണ്ട് മൊത്തത്തിൽ ഫ്ലോട്ടായിട്ട് തിരിച്ച് കൊടുക്കാൻ. അത് ആ ഒരു മരത്തിൽ ഫ്ലോർ സ്റ്റൈലെന്നും പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്പർ. ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ ഞാൻ അത് മസ്തയിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 2 പേര് മുകളിൽ നിന്ന് ലോഡ് കയറ്റുന്നു. കാണാൻ ഇത്തിരി പാടായിരിക്കും. കാര്യം ഞങ്ങൾ 6 മണി സമയം ആയതുകൊണ്ട് ഒരു തെളിച്ചക്കുറവുണ്ട്. അത് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. എൻ്റെ വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കണം. അപ്പം എനിക്ക് തന്നെ ലോഡ് കയറണമെങ്കിൽ തന്നെ ആ വണ്ടി മാറിയാൽ മാത്രമേ എനിക്ക് കയറ്റാൻ പറ്റൂ. ഇത് വലിയ ലോഡാണ്. ഇത് എൻ്റെ വണ്ടി ഇനി കയറ്റാൻ പോകാൻ മസ്ത മാറിയാലും നമ്മളെ വണ്ടി എടുത്ത് കയറ്റാനേ പറ്റുള്ളൂ. നമ്മളെ വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.